Hello friends, now we are going to solve another linear programming problem, okay, using graphical method. Okay, solve graphically the following linear programming problem. ഇവിടെ നമുക്ക് എന്താണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, that is maximization of profit pi is equal to 24x1 plus 8x2 subject to the constraints. Okay, ഇവിടെ മൂന്ന് constraints ഉണ്ട് കേട്ടോ. പ്രീവിയസ് വീഡിയോ നമ്മൾ എ ടു സെഡ് അനലൈസ് ചെയ്തു, പക്ഷേ ആ വീഡിയോയിൽ എന്തായിരുന്നു, രണ്ട് കൺസ്ട്രെയിൻസ് ആയിരുന്നു. സിമ്പിൾ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ആയിരുന്നു. പക്ഷേ ഇവിടെ വേരിയബിൾസ്, ഡിസിഷൻ വേരിയബിൾസ് രണ്ടേ ഉള്ളൂ, x1 ആൻഡ് x2. കാരണം എന്താ, രണ്ടിൽ കൂടുതൽ ഡിസിഷൻ വേരിയബിൾസ് ഉണ്ടെങ്കിൽ വി നീഡ് ടു ഫോക്കസ് ഓൺ സിംപ്ലക്സ് മെത്തേഡ്. ഓക്കെ, ഗ്രാഫിക്കൽ മെത്തേഡിൽ എന്തായിരിക്കും, രണ്ട് വേരിയബിൾസ് വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. 2 ഡയമെൻഷനിലാണ് അല്ലേ, വെർട്ടിക്കൽ ആക്സിസ് ആൻഡ് ഹൊറിസോണ്ടൽ ആക്സിസ്, ആൻഡ് ഓൾസോ നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻ. ഓക്കെ, x1 ഈസ് ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ 0 ആൻഡ് x2 ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, ദിസ് ഈസ് അബൌട്ട് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. ഇവിടെ നമുക്കൊരു എളുപ്പമുണ്ട്, കാരണം നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ ഭൂരിഭാഗം ക്വസ്റ്റ്യൻ പേപ്പറിൽ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ഡയറക്റ്റ് തന്നിക്കുക. ഓക്കെ, പക്ഷേ നിങ്ങൾ എസ്സേക്ക് കൂടുതൽ നിങ്ങളെ കൊണ്ട് എഫേർട്ട് എടുപ്പിക്കണം എന്ന് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്ത ടീച്ചർ വിചാരിക്കുകയാണെങ്കിൽ ലീനിയർ പ്രോഗ്രാമിങ്ങിൻ്റെ പ്രോബ്ലം സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തരും. ഓക്കെ, അത് വായിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ഫോർമുലേറ്റ് ചെയ്യണം. ദെൻ അതിനെ സോൾവ് ചെയ്ത് ഗ്രാഫ് ചെയ്ത് ഒപ്റ്റിമൽ പോയിന്റ് കണ്ടെത്തണം. ഓക്കെ, ഇൻ ദി കമ്മിങ് വീഡിയോ വി വിൽ ഡിസ്കസ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ആൻഡ് ഇറ്റ്സ് സൊല്യൂഷൻ യൂസിങ് ഗ്രാഫിക്കൽ മെത്തേഡ്. ഇൻ ദാറ്റ് ബേസിസ് ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു മിനിമൈസേഷൻ പ്രോബ്ലം നമ്മൾ വരുന്ന വീഡിയോയിൽ ചെയ്യും. ഓക്കെ, എ ടു സെഡ് വാച്ച് ചെയ്യുക, എൻ്റെ കൂടെ ഉണ്ടാവുക, കാര്യങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കുക. ഓക്കെ, ലെറ്റ് us start the solution. See, first thing is that this is the maximization problem. Okay, that is optimization. Here maximization of profit. Now we can take the constraints and equate to them. We can just convert these inequalities into equalities. Okay, linear equalities. Graphical method എങ്ങനെ സോൾവ് ചെയ്യേണ്ട സ്റ്റെപ്സ് ഒക്കെ നമുക്കറിയാം. 6 സ്റ്റെപ്സ് ഒക്കെ നമ്മൾ പ്രീവിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ ആവശ്യമില്ല, കാരണം എന്താ, ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. സോ നമുക്ക് കൺസ്ട്രെയിൻസ് എന്തെടുക്കാം, ഇനീക്വാളിറ്റീസ് ഉള്ളത് ഈക്വാളിറ്റീസിലാക്കാം. ഇവിടെ ഈക്വൽ ടു ഓർ ലെസ് ദാൻ ആണ്, കാരണം എന്താ, മാക്സിമൈസേഷൻ ആണ്. മിനിമൈസേഷൻ ആണെങ്കിൽ അവിടെ എന്ത് വരും, ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ ആയിട്ടാണ് വരിക. സി വി ക്യാൻ ടേക്ക് ഫസ്റ്റ് 2x1 plus 5x2 is equal to or less than 40 എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, is equal to 40. This is the first equation. Okay, ഇനി x1 x2 these are the two decision variables. x1 ന്റെ വാല്യൂ നമുക്ക് കാണാം. See, if x2 is equal to 0, okay, ഈ കോമ്പണന്റ് 0 ആക്കി, then 2x1 is equal to 40. സിമ്പിൾ ആയിട്ട് കാണാം. അപ്പോൾ ഇവിടെ എത്ര വരും, x1 is equal to 40. 2 into x1 ആണ്, അപ്പോൾ 40 divided by 2 is equal to 40 by 2 20. Okay, x1 ന്റെ വാല്യൂ കാണും. Now if x1 is equal to 0, ഈ കോമ്പണന്റ് ഞാൻ 0 ആക്കി. ഓക്കെ, ആ സ്റ്റെപ്പ് നല്ല രീതിയിൽ മനസ്സിലാക്കുക. Now 5x2 is equal to 40. Okay, so x2 is equal to 40, 5 എന്താവും, divided by 5 ആവും. ഓക്കെ, 40 by 5 is equal to 8. അപ്പോൾ x2 ന്റെ വാല്യൂ കിട്ടി. ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്തു, x1 ഉം x2 ഉം കണ്ടെത്തി. Now we can take second equation, that is 4x1 plus 1x2 is equal to or less than 20. So 4x1 plus 1x2 ഞാനത് equal to 20. This is the second equation. Okay, simple. Now if x2 is equal to 0, then 4x1 is equal to 20. And എന്താ, ഈ കോമ്പണന്റ് 0 ആയി. Then x1 is equal to 20 by 4. 4 into x1 ഇത് RHSലേക്ക് പോകുമ്പോൾ 20 by 4 is equal to 5. Okay, x1 ന്റെ വാല്യൂ കണ്ടു. Now if x1 is equal to 0, now 4x1 0 ആയി, then 1x2 is equal to 20. That is 20. x2 is equal to 20 by 1 is equal to 20. Okay, അപ്പോൾ രണ്ട് ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്തു. x1 ന്റെ വാല്യൂ കണ്ടു, x2 ന്റെ വാല്യൂ കണ്ടു. Now we can take this is the third equation. Okay, കറക്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത് കേട്ടോ, അത്യാവശ്യം കെയർ ചെയ്ത്
നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് ചെയ്യുക. കാരണം എസ്സേ ടോപ്പിക്കാണ്, അപ്പോൾ അതിനനുസരിച്ചുള്ള സമയം കൊടുത്തിട്ട് ചെയ്യാം. റൈറ്റ്. നൗ തേർഡ് ഇക്വേഷൻ 10x1 പ്ലസ് 5x2 ഈക്വൽ ടു 60. ഓക്കെ, ഞാൻ ഈ ഇക്വേറ്റ് ചെയ്തു. ദിസ് ഈസ് ദ തേർഡ് ഇക്വേഷൻ. ഓക്കെ, നൗ ഇഫ് x2 is equal to 0, ഈ കോമ്പണൻറ്റ് 0 ആയി, then 10x1 is equal to 60. Then what will be the answer? x1 is equal to 60 by 10. 10 into x1, RHS like 60 by 10 is equal to 6. Okay. Now, if x1 is equal to 0, then e component is 0 I, 5x2 is equal to 60. Then x2 is equal to 60 by 5. 60 by 5 is equal to 12. Okay. അപ്പോൾ ഈ 3 കൺസ്ട്രെയിൻസും നമ്മൾ ഇക്വേറ്റ് ചെയ്തു, isn't it? Then ഡിസിഷൻ വേരിയബിൾസിന് വാല്യൂ കൊണ്ട് x1നെ കണ്ടു, x2നെ കണ്ടു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഈ x1 x2 വേരിയബിൾസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഗ്രാഫ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഗ്രാഫ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. നമുക്കറിയാം ലീനിയർ ഇക്വേഷൻസ് ആണ്, അത് ഗ്രാഫിലേക്ക് പ്ലോട്ട് ചെയ്താൽ വി വിൽ ഗെറ്റ് സ്ട്രൈറ്റ് ലൈൻ. നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കടക്കാം. അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് x1ൻ്റെ വാല്യൂ നോക്കട്ടെ. ഇവിടെ 20 ആണ് അല്ലേ, ഏറ്റവും ലാർജസ്റ്റ് വാല്യൂ വരുന്നത് 20 ആണ്. x2ൽ ഇവിടെ 8 ഉണ്ട്, x2 ഇവിടെ 20 ഉണ്ട്, then x2 ഇവിടെ 12. അപ്പോൾ നമുക്ക് രണ്ട് x1ഉം 20 വരെ വരണം, x2ഉം 20 വരെ വരണം. ഒരു ഐഡിയ വെക്കുക. അതേപോലെ 1 സെൻറ്റിമീറ്റർ എത്രയാണ് റെപ്രസെൻ്റ് ചെയ്യേണ്ടത്? 2 വേണം, 1 വേണം, 4 വേണം. അതൊക്കെ ഒരു കൺവീനിയൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യാം. ഓക്കെ, ചെറിയ ഗ്രാഫ് ആകും ചെയ്യരുത്, അതുപോലെ ടു ലാർജ് ആകും ചെയ്യരുത്. ഓക്കെ, അത്യാവശ്യം ഒരു ഒപ്റ്റിമാൽ സൈസ് ആയിരിക്കണം. ഓക്കെ, നല്ല വൃത്തി ഉണ്ടാവണം. ഞാനൊക്കെ വരയ്ക്കുന്നത് ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ വളവോ തിരിവൊക്കെ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ സ്കെയിലൊക്കെ വെച്ച് നല്ല ഉഷാറായിട്ട് പോയിന്റ് ഒക്കെ എടുത്തിട്ട് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ കറക്റ്റ് ആൻസർ നമുക്ക് കിട്ടും. സി, വി ക്യാൻ ജസ്റ്റ് ഡ്രോ ദ ഗ്രാഫ് ലൈക്ക് ദിസ്. ശ്രദ്ധിച്ചിട്ട് വരക്കുക. See x1 origin, then x2. ഓക്കെ, ഇവിടെ 20 ആണ്. ഞാൻ 1 സെൻറ്റിമീറ്റർ 2 എടുക്കാം കേട്ടോ. 2, 4, 6, 8, 10, 12, 14, 16, 18, 20. Okay, then similarly 2, 4, 6, 8, 10. നിങ്ങൾ കറക്റ്റ് മെഷർമെൻ്റ് ചെയ്ത് എടുക്കുക. ഓക്കെ, 14, 16, 18, 20. Okay, now we can take the first equation. First equation le x1 എത്രയാണ്? 20. This is the point, 20. Then x2 വരുന്നത് എത്രയാണ്? x2 8, മാറിപ്പോവരുത്. Then 8. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം? ഈ രണ്ട് പോയിന്റ് നമ്മൾ കണക്ട് ചെയ്യണം. Isn't it? കറക്റ്റ് സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കണം. ഓക്കെ, കറക്റ്റ് ചെയ്തിട്ട് വരക്കുക. വി ക്യാൻ ടേക്ക് സെക്കൻഡ് ഇക്വേഷൻ ഹിയർ. x1 5 ആൻഡ് x2 20. ശ്രദ്ധിച്ചിട്ട് എടുക്കാം. x1 നമുക്കിവിടെ 4ൻ്റെ 6ൻ്റെ മിഡിൽ വരും, 5. ദെൻ x2 is equal to again 20. ദിസ് ഈസ് ദ പോയിന്റ്, 20. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കണക്ട് ചെയ്യാം. 20 നേരെ നേരെ വരണം, സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കണം. കാരണം എന്താണ്? ലീനിയർ ഇക്വേഷൻസ് ആണ്. ഓക്കെ, സി 20 x2 5 x1. റൈറ്റ്. നൗ അനദർ പോയിന്റ് ഈസ് ദാറ്റ് ഇക്വേഷൻ നമ്പർ 3. നമുക്കെത്ര ഈ കൺസ്ട്രെയിൻസ് എത്ര എണ്ണം ആയാലും നമുക്ക് അതിനനുസരിച്ച് ലൈന് കൂടുന്നുള്ളൂ. 3ൽ നമുക്ക് വരുന്ന x1 6 ആണ്, 6. ഓക്കെ, ഇവിടെ അടുത്ത് തന്നെ വരുന്ന പോയിന്റ് 6. ആൻഡ് x2 12. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? കണക്ട് ചെയ്യണം.
6 വരേണ്ടത്. ഓക്കെ, സി പോയിന്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു ഗ്രാഫിൻ്റെ ലൈൻസ് 3 ലൈൻസ് നമ്മൾ വരച്ചു. അപ്പോൾ നിങ്ങളിവിടെ പോയിന്റ് ഒക്കെ കറക്റ്റ് ശ്രദ്ധിക്കുക കേട്ടോ. ഇവിടെ വരുന്ന എത്രയായിരുന്നു? 0, 20 ആണ്. ഓക്കെ, സോറി, x1 20, x2 0. അതേപോലെ ഇവിടെ വരുന്ന എത്രയായിരുന്നു? x1 0, then 8. ഓക്കെ, ഇവിടെ നമുക്ക് വരുന്നത് നമുക്കറിയാം 0, then 12, x2 12. ഓക്കെ, ഇവിടെ 0, then 20. ഓക്കെ, ഇവിടെ നമുക്ക് വന്നത് 5 and 0. ഇവിടെ എത്രയായിരുന്നു? 6, x2 0. ഓക്കെ, അപ്പോൾ പോയിന്റ്സ് ഒക്കെ നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ഫീസിബിൾ റീജിയൻ കാണാം അല്ലേ. ഫീസിബിൾ റീജിയൻ്റെ പ്രത്യേകത എന്താണ്? എല്ലാ കൺസ്ട്രെയിൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന റീജിയൻ. ഓക്കെ, ഇവിടെ നമുക്ക് എടുക്കാൻ പറ്റും ഇല്ല, ഇവിടെ കൺസ്ട്രെയിൻസ് ഉണ്ട്. ഈ പോയിന്റ് എടുക്കാൻ പറ്റില്ല, ഇവിടെ കൺസ്ട്രെയിൻ്റ് ആണ്. ഇവിടെ പറ്റില്ല. ഇതിൻ്റെ എല്ലാ കൺസ്ട്രെയിൻസിൻ്റെ ഉള്ളിൽ നിന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഈ പോയിന്റ്സ് ആണ് വരിക. ഇതിനാണെന്ത്? ഫീസിബിൾ റീജിയൻ. ഓക്കെ, ഞാൻ ജസ്റ്റ് ഷെയ്ഡ് ചെയ്യുന്നു, ലൈന് മാർക്ക് ചെയ്യാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല, കാരണം ഇതിൻ്റെ ഉള്ളിലാണ് എന്ത്? നമ്മുടെ ഒപ്റ്റിമൽ പൊസിഷൻ കിടക്കുന്നത്. ഓക്കെ, കറക്റ്റ് ചെയ്ത് നമ്മൾ ഷെയ്ഡ് ചെയ്തു. പെട്ടെന്ന് അങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കും. ഒരുപാട് സമയം എടുത്തിട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്ത് അങ്ങനെ സമയം കളയരുത്. കാരണം നമുക്ക് എസ്സേക്കും 5 മാർക്കിനും എല്ലാം എഴുതാനുള്ള സമയമൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യണം കേട്ടോ. വാച്ച് മുന്നിൽ വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. സി, ദിസ് ഈസ് ദ ഫീസിബിൾ റീജിയൻ. ഓക്കെ, ഇനി നമുക്ക് കാണേണ്ടത് എന്താണ്? കോർണർ പോയിന്റ്സ് ആണ്. ഈ കോർണർ പോയിന്റ്സ് പറ്റില്ല, കാരണം എന്താ? ഇവിടെ കൺസ്ട്രെയിൻ്റ് ആണ്. ഈ കോർണർ പോയിന്റ്സ് പറ്റില്ല, ഇവിടെ കൺസ്ട്രെയിൻ്റ് ആണ്. ഇങ്ങോട്ട് കയറാൻ പറ്റില്ല, ഒക്കെ കൺസ്ട്രെയിൻസ് ആണ്. ക്ലോക്ക് വൈസ് എടുക്കുമ്പോൾ ഇവിടെ 0 നമുക്ക് എടുക്കണം, കാരണം ഒറിജിൻ ആണ്, രണ്ടും 0 ആണ്. ഇവിടെ പോയിന്റ് വരുന്നത്. ഓക്കെ, സി, ദിസ് ഈസ് ദി എ, കോർണർ പോയിന്റ് എ. സി, ഇവിടെ ഒരു പോയിന്റ് ഇത് വരുന്നത്. ഓക്കെ, ബി, ഇതാണെന്ത്? ബി. ഇതൻ പിന്നെ ഇവിടെ ടച്ച് ചെയ്യുന്നുണ്ട് അല്ലേ. സി, സി. പിന്നെ ഈ പോയിന്റ് പറ്റില്ല, ഇവിടെയാണ് കൺസ്ട്രെയിന്റ് അല്ലേ. ഈ പോയിന്റ് ആണെന്ത്? ഡി. ഓക്കെ, അപ്പോൾ എ, ബി, സി, ഡി, ഈ 4 പോയിന്റ്സ് നമുക്ക് കോർണർ പോയിന്റ്സ് വരുന്നത്. ഓക്കെ, ഈ കോർണർ പോയിന്റ്സിന് ബേസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. Z വാല്യൂവിൽ നമ്മൾ പൈയിൽ അത് അപ്ലൈ ചെയ്യുന്ന ഒപ്റ്റിമൽ പോയിന്റ് കണ്ടെത്തുന്നു. ഓക്കെ, അപ്പോൾ ഞാനിവിടെ പോയിന്റ് യെസ്, ദെൻ വാല്യൂ x1ൻ്റെ വാല്യൂ, ദെൻ x2ൻ്റെ വാല്യൂ, ദെൻ പൈ ഈസ് ഈക്വൽ ടു കറക്റ്റ് ചെയ്ത ഇതാണ് നമുക്ക് വാല്യൂ കണ്ടെത്താനുള്ളത്. പൈ ഈസ് ഈക്വൽ ടു 24x1 പ്ലസ് 8x2. ഓക്കെ, അപ്പോൾ ഇത്രയും വരുന്ന പോയിന്റ്സ് ഞാൻ ആദ്യം ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, ഓക്കെ, നിങ്ങൾ സ്കെയിൽ വെച്ചിട്ട് എളുപ്പത്തിൽ ചെയ്യുക കേട്ടോ. ഇസന്റ് ഇറ്റ്? സിമ്പിളാണ് കാര്യങ്ങൾ. ഇതൊക്കെ ഇങ്ങനെ നമ്മളൊരു പ്രോബ്ലം ചെയ്ത് ഇതൊക്കെ എനിക്ക് പെട്ടെന്ന് ചെയ്യാൻ കഴിയും അങ്ങനെയുള്ള ഒരു ധാരണ ഉണ്ടാവരുത്. നമ്മൾ പ്രാക്ടീസ് ചെയ്ത് എഫേർട്ട് എടുക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഇങ്ങനെ എളുപ്പമാവും. റൈറ്റ്, ഇനി വരുന്ന വീഡിയോയിൽ നമുക്ക് എന്താണ് ഒരു മിനിമൈസേഷൻ പ്രോബ്ലം, അതുപോലെ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് കോർണർ പോയിന്റ് മെത്തേഡിലേക്ക് നമ്മൾ എത്താണ്. എ, ബി, സി, ഡി. ഓക്കെ, അപ്പോൾ എല്ലാ കൺസ്ട്രെയിൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിന്റ്സ് നമ്മൾ കോർണർ പോയിന്റ് മെത്തേഡ് പ്രകാരം എ, ബി, സി, ഡി. അപ്പോൾ ഏത് കോർണറിലാണ് നമുക്ക് ഒപ്റ്റിമം പോയിന്റ് അഥവാ മാക്സിമൈസേഷൻ ലെവൽ എത്തുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടെത്താൻ പോവുകയാണ്. സി, വി ക്യാൻ ടേക്ക് ഫസ്റ്റ് ഒറിജിൻ എടുക്കേണ്ട ഇവിടെ എ, ഫസ്റ്റ് കോർണർ പോയിന്റ് എ. ഓക്കെ, എ എന്ന് പറയുന്ന പോയിന്റിൽ നമുക്കറിയാം x1 എത്രയാണ്? 0 ആണ്. x1 0. x2 വരുന്ന എത്രയാണ്? x2 8 ആണ്. So we can just apply here pi is equal to 24 into x1 എത്രയാണ്? 0 ആണ്, പ്ലസ് 8 into x2 എത്രയാണ്? 8 ആണ്. 8 into 8 is equal to 64. Okay, അപ്പോൾ അവിടെ കോർണർ പോയിന്റ് എ, that is equal to 64. It is really very simple to understand. Now we can take B. B എന്ന് പറയുന്ന കോർണർ പോയിന്റ്സ് നമുക്ക് ഇക്വേഷൻസ് ഒക്കെ സോൾവ് ചെയ്തിട്ട് അങ്ങനെ കണ്ടെത്തണമെങ്കിൽ കണ്ടെത്താം.
See, this is the best method. It is really very easy to understand. Now, B എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് x1 ഇതിലേക്ക് horizontal axis-ലേക്ക് മാർക്ക് ചെയ്യുന്നു. ഇവിടെ ഒരു മിഡിലായിട്ട് നമുക്ക് കിടക്കുന്നത്. Okay, 3. And here, we can take, 7. Okay, so B എന്ന് പറയുന്ന പോയിന്റിൽ x1 3 and x2 7. We can just apply here pi is equal to 24 into 3 plus 8 into 7 is equal to 24 into 3 plus 8 into 7 is equal to 128. Okay, you check here 128. Right. Now another corner point is C. C യിൽ നമ്മൾ എന്ത് ചെയ്യണം? വാല്യൂ നമ്മൾ കണ്ടെത്തണം. See here, we can take the value, here 4. x1 is equal to 4. Then here, C യിൽ വരുന്ന here around 4.3. We can take 4.3. 4.3. 4.3. Now, pi is equal to 24 into x1 into 4 plus 8 into x2. 8 into 4.3. Okay, correct calculation രീതിയിൽ ചെയ്യാം. Then at point, we will get, 130.4. 130.4. ഇപ്പോൾ നമുക്കൊരു ഒപ്റ്റിമൽ പോയിന്റ് പറയാനായിട്ടില്ല. ഒന്നും കൂടി ഉണ്ട്, ഒരു കോർണർ പോയിന്റ് ഉണ്ട് D. ഓക്കെ, D ഹിയർ ദിസ് ഈസ് ദ D. നേരിട്ട് ശ്രദ്ധിക്കണം, ഇങ്ങോട്ട് പോകരുത്. കാരണം എന്താ, ഇതിവിടെ കൺസ്ട്രെയിൻ്റ് ആണ്. ഇങ്ങോട്ട് പോകാൻ പാടുണ്ടോ? ഇവിടെയാണ് മാക്സിമം പോയിന്റ് ആണ്, ഇങ്ങോട്ട് പോകാൻ പാടുണ്ടോ? ഇല്ല, 20 ഇടാൻ പാടില്ല. കാരണം എന്താ, നമുക്കിവിടെ കൺസ്ട്രെയിൻ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ x1 എത്ര വരിക? 5. അത് നല്ല രീതിയിൽ ശ്രദ്ധിക്കണം കേട്ടോ, മാറിപ്പോകരുത്. x2 0. Now pi is equal to 24 into 5 plus 8 into x2. 0 ആണ് അല്ലേ, x2 0 ആണ്. 0 is equal to 24 into 5. Then we will get 120. Okay. പിന്നെ നമ്മുടെ ആൻസർ ഏറെക്കുറെ നമ്മൾ കണ്ടെത്തി. ഇനി നമുക്ക് നല്ല രീതിയിൽ അതിൻ്റെ ഒരു കൺക്ലൂഷൻ കൊടുക്കുക വേണ്ടത്. സി എ എന്ന് പറയുന്ന കോർണർ പോയിന്റിൽ 64 ആണ്, ബിയിൽ 128, സിയിൽ 130.4, ഡിയിൽ 120. സോ ദിസ് ഈസ് ദ ഒപ്റ്റിമൽ പോയിന്റ്. ഇതെന്താണ്? ഫീസിബിൾ സൊല്യൂഷൻസ് ആണ്. ഈ ഫീസിബിൾ സൊല്യൂഷൻസിൽ ഏറ്റവും ബെസ്റ്റ് മികച്ചത് ഏതാണ്? പോയിന്റ് സി. സോ വി ക്യാൻ ജസ്റ്റ് കൺക്ലൂഡ് the firm gets maximum profit by producing 4 units of x1 and 4.3 units of x2. And the total profit here 130.4 that happened at the corner point C. Okay, this is about the solution to LPP using graphical method. Okay, in the coming video we will discuss minimization of linear programming problem by using graphical method. നല്ല രീതിയിൽ മനസ്സിലാക്കുക. ഒത്തിരി പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ.